സച്ചിക്ക് രേവതിക്കിടയിൽ എന്ത് സംഭവിക്കരുതെന്ന് ചന്ദ്ര ആഗ്രഹിച്ചോ അത് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ടെന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലായി. അതിന്റെ ടെൻഷനിലാണ് ചന്ദ്ര. രേവതി റൂമിലിരുന്ന് ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചെല്ലാം ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സച്ചി വന്നിട്ട് പറയും, രേവതി നാളെ എന്നെ നേരത്തെ വിളിക്കണം കേട്ടോ, എനിക്ക് ഓട്ടം ഉണ്ടെന്ന് പറയുമ്പോൾ രേവതി അതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. അങ്ങനെ സച്ചി രേവതിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ രേവതി കരയുന്നത് കാണുകയാണ്. അപ്പോൾ എന്ത് പറ്റി, എന്താ രേവതി നീ വീണ്ടും എന്തിനാ കരയുന്നേ ചോദിക്കുമ്പോൾ രേവതി പറയും ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ സച്ചി ചോദിക്കും, എന്തേ ചന്ദ്രമതി നിന്നെ വീണ്ടും എന്തെങ്കിലും പറഞ്ഞോ ചോദിക്കും. പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ സച്ചിയേട്ടാ, പാവ എൻ്റെ അമ്മയും അനിയനും അവരതൊക്കെ കേട്ട് നിൽക്കേണ്ടി വന്നു, അവരൊരു തെറ്റും ചെയ്യാതെ അതൊക്കെ കേട്ട് നിൽക്കേണ്ടി വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചി പറയും, അതിന് നിൻ്റെ അനിയൻ നിരപരാധിയാന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായില്ലേ, അമ്മേനെ കൊണ്ട് മാപ്പും പറയിച്ചു, പിന്നെന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ രേവതി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ സച്ചി പറയും, ഇതെല്ലാം അമ്മയും സൂതിയും ചേർന്നിട്ടുള്ള നാടകമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി, ഇനി നീ എന്തിനത് ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ രേവതി പറയും, ഞങ്ങൾ പാവപ്പെട്ട കുടുംബത്തിലത്തെ ആൾക്കാരായ കാരണമല്ലേ നിങ്ങളുടെ അമ്മ എന്നെ എൻ്റെ കുടുംബത്തിനെ എപ്പോഴും ഇങ്ങനെ കരയിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളിത് ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും, അതിന് രേവതി ഇനിയിപ്പോൾ നീ കരയല്ലേ, നിൻ്റെ അനിയനും അമ്മയൊക്കെ പാവങ്ങളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം എന്ന് പറയും. അപ്പോൾ രേവതി പറയും, ഇനി ഇതുപോലെ ഉണ്ടാവില്ല എന്ന് എന്താ ഉറപ്പ് ചോദിക്കും. ഇനി എൻ്റെ അമ്മയ്ക്കും അനിയനും അനിയത്തിക്കൊക്കെ എന്നെ കാണാൻ ഈ വീട്ടിലേക്ക് വരാൻ പറ്റുമോ, അവരെങ്ങനെ ഈ വീട്ടിലേക്ക് കയറി വരിക, അവരെന്നെ എല്ലാവരും കൂടി ഇതാക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയും, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവർക്ക് ഇവിടേക്ക് ധൈര്യമായിട്ട് വരാം, അവർക്ക് വേണ്ട ബഹുമാനമെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്, നിങ്ങൾക്ക് അച്ഛനില്ല, ആ അച്ഛൻ നിങ്ങളെ എങ്ങനെയാണോ ചേർത്ത് പിടിക്കുക അതുപോലെ ഞാൻ നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കും എന്നൊക്കെ പറയട്ടോ. അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷവും. അപ്പോൾ രേവതി ഇങ്ങനെ നീറ്റ് വരികയാണ് സച്ചിയുടെ അടുത്തേക്ക്. അതിന് നേരെ വന്ന് സച്ചിനെ കെട്ടിപ്പിടിക്കും കേട്ടോ. എന്നിട്ട് സച്ചിയുടെ കവളിലൊരു ഉമ്മ കൊടുക്കുകയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. അങ്ങനെ സച്ചി രേവതിനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ഒരു സീൻ കഴിയുന്നത്. പിറ്റേ ദിവസമായിട്ട് ചന്ദ്രമതി 7:30 രേവതിനെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ റൂമിൽ വന്ന് മുട്ടാൻ വേണ്ടി തുറക്കാൻ നിൽക്കുമ്പോൾ രേവതി വാതിൽ തുറന്ന് വരികയാണ്. അപ്പോൾ രേവതി കുളിച്ചിട്ട് ഇങ്ങനെ തലയിലൊക്കെ കെട്ടിയിട്ടാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ചന്ദ്ര ചോദിക്കും, എന്താ പതിവില്ലാണ്ട് നേരത്തെ തന്നെ കുളിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ, അതൊന്നുമില്ല അമ്മേ, ഞാൻ വെറുതെ കുളിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നാണം കൊണ്ട് ഇങ്ങനെ രേവതി ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയും, ഒരു ചായ കിട്ടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, ഞാൻ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രേവതി അവിടെ നിന്ന് വേഗം പോവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. ഈശ്വര, ഞാൻ ഇവരുടെ ഇടയിൽ എന്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചോ അത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെ എന്ന് പറയും. ആ സമയത്ത് നമ്മുടെ സുധി റൂമിൽ നിന്ന് വരികയാണ് കേട്ടോ. ആകെ ഇങ്ങനെ ഉറക്കത്തുനിന്ന് നീറ്റ് ക്ഷീണത്തിൽ ഇങ്ങനെ വരുമ്പോൾ ചന്ദ്ര ചോദിക്കും, നീ എന്താണ് അത്ര നേരത്തെ നീറ്റ്, നീ കുളിച്ചൊന്നുമില്ലേ ചോദിക്കും. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഇന്നലെ നേരത്തെ കിടന്നുറങ്ങി, 9 മണിക്കാകുമ്പോഴത്തേനും കിടന്നുറങ്ങി, അത് കാരണം ഞാൻ നേരത്തെ നീറ്റതാ പറയും. അപ്പോൾ അതിന് പിന്നാലെ ശ്രുതി വരികയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ കോട്ടുവായൊക്കെ ഇട്ട് വരുമ്പോൾ നീ കുളിക്കുന്നില്ലേ ചോദിക്കും. ഞാൻ കുളിക്കുന്നൊന്നുമില്ല, എനിക്കത് അതിനൊരു മൂഡൊന്നുമില്ല ആൻറ്റി, ഞാൻ ഇന്നലെ കുറേ വൈകിട്ടൊക്കെ കിടന്നുറങ്ങിയത്, അക്കൗണ്ട്സൊക്കെ നോക്കിയിട്ട് ഉറങ്ങാൻ വൈകി പോയി എന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട് അവർ തന്നെ കുറേ ചീത്ത അറിയും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.